ഇന്നത്തെ എക്സലിന്റെ ക്ലാസ്സിൽ 3 ടോപ്പിക്കാണ് തരാൻ പോകുന്നത്. 1 സബ് ടോട്ടല്, 2 കൺസോളിഡേറ്റ്, 3 പിവോട്ട് ടേബിൾ. ഈ 3 ടോപ്പിക്കാണ് എക്സലിൽ തരാൻ പോകുന്നത്. സബ് ടോട്ടൽ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരുപാട് പ്രൊഡക്റ്റുകളുടെ പേര് തന്നിട്ടുണ്ട്. ഇതില് പല പ്രൊഡക്റ്റും പല സ്ഥലത്തായിട്ട്, ഇപ്പോൾ ടി വി ഇവിടെ ഉണ്ട്, ഇവിടെ ടി വി ഉണ്ട്, ഇവിടെ ടി വി ഉണ്ട്, ഇവിടെ ഫാനുണ്ട്, ഇവിടെ ഫാനുണ്ട്, ഇവിടെ ഫാനുണ്ട്. സബ് ടോട്ടൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ കാണുന്നത് പോലെ എല്ലാ ടി വികളും ഒരുമിച്ച് കൊണ്ടുവന്ന് അതിന്റെ ടോട്ടൽ എമൗണ്ട് ഇവിടെ കിട്ടണം. ദെൻ ഫാൻ എല്ലാം ഒരുമിച്ചാക്കിയിട്ട് അതിന്റെ ടോട്ടൽ ഇവിടെ കിട്ടണം. മിക്സി എല്ലാം ഒരുമിച്ചാക്കിയിട്ട് അതിന്റെ ടോട്ടൽ ഇവിടെ ലഭിക്കണം. ഇങ്ങനെ ടോട്ടൽ സംഖ്യ പ്രൊഡക്റ്റിന്റെ തൊട്ട താഴെ തന്നെ വരാൻ വേണ്ടിയിട്ടാണ് സബ് ടോട്ടൽ ഉപയോഗിക്കുക. അപ്പൊ അതിന് ആദ്യം ചെയ്യേണ്ടത് ഒരു ഓർഡർ ആക്കണം, ഷോർട്ട് ചെയ്തെടുക്കണം. ഇതിന് ഷോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്തു. ഡാറ്റ മെനുവില് അസെൻഡിങ് ഡിസെൻഡിങ് എ ടു സെഡ് ഉണ്ട്, സെഡ് ചെയ്യാണ്ട്. അപ്പോൾ നമ്മൾ എ ടു സെഡ് ക്ലിക്ക് ചെയ്തു. വരുമ്പോൾ ഓക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എല്ലാ പ്രൊഡക്റ്റുകളും ഒരുമിച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഡാറ്റ മൊത്തം സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഡാറ്റ എന്ന റിബണില് ലാസ്റ്റ് ഭാഗമായിട്ട് സബ് ടോട്ടൽ ഉണ്ട്. സബ് ടോട്ടൽ അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ പ്രൈസ് ആണ് ടോട്ടൽ ചെയ്യേണ്ടത്. അത് പ്രൈസ് എന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ 2 ഓപ്ഷൻസ് ഇവിടെ വന്നിട്ടുണ്ട്. റീപ്ലേസ് കറന്റ് സബ് ടോട്ടലും സമ്മറി ബിലോ ഡാറ്റയുടെ തൊട്ട താഴെ തന്നെ സമ്മറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ വന്നിട്ടുണ്ടാവും. ഇപ്പോൾ 2 കുക്കറിനാണുള്ളത്. കുക്കറിന്റെ 2ന്റെ എമൗണ്ട് ഒന്ന് 2000, ഒന്ന് 1000. ഇതിന് ടോട്ടൽ തൊട്ടടിയിൽ തന്നെ വന്നിട്ട് 3000. ഇനി ഫാനുകളുടെ എല്ലാത്തിൻ്റെയും ടോട്ടല്, ഫാൻ ടോട്ടല്, പിന്നെ മിക്സിയുടെ ടോട്ടലുകൾ എല്ലാം കൂടി ടോട്ടൽ, ടി വി ടോട്ടൽ 10, 12, 22, 8, 30 ടിവിയുടെ. ഏറ്റവും അവസാനത്തിൽ എല്ലാത്തിൻ്റെയും കൂടി ഗ്രാൻഡ് ടോട്ടൽ കാണിക്കും. ഇങ്ങനെ വരുന്നതിനെയാണ് സബ് ടോട്ടൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി പറയാം. സബ് ടോട്ടൽ ചെയ്യണമെങ്കിൽ ആദ്യം ഒന്ന് ഓർഡർ ആക്കണം. ഓർഡർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡാറ്റയിൽ ഷോർട്ട് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് വരും, കറക്റ്റായിട്ട് വരും. അത് കഴിഞ്ഞിട്ട് ഡാറ്റ എന്ന റിബണിൽ സബ് ടോട്ടൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഈ പ്രൈസ് ആണ് ടോട്ടൽ ചെയ്യേണ്ടത്. പ്രൈസ് ശരിയിടുന്നു, ടിക്ക് ചെയ്യുന്നു. ഈ റീപ്ലേസ് കറന്റ് സബ് ടോട്ടൽ സമ്മറി ബിലോ ഡാറ്റ ഇത് കൊടുത്തതിന് ശേഷം, ശരിയിട്ടതിന് ശേഷം, ടിക്ക് ചെയ്തതിന് ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. ഇങ്ങനെയാണ് സബ് ടോട്ടൽ കാണുന്നത്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ പ്രൊഡക്റ്റുകളുടെ തൊട്ട അടുത്ത ലൈനില്, അടുത്ത സെല്ല്, കോളത്തില് അല്ലെങ്കിൽ റോയില് അതിന്റെ ടോട്ടൽ പ്രൈസ് വരുന്നതായിരിക്കും. ഓരോ പ്രൊഡക്റ്റിന്റെയും അടുത്ത റോയില് അതിന്റെ പ്രൈസ് വരുന്നതായിരിക്കും. ടോട്ടൽ ചെയ്ത പ്രൈസ് വരുന്നതായിരിക്കും. ഏറ്റവും അവസാനത്തിൽ എല്ലാ പ്രൊഡക്റ്റിന്റെയും കൂടി ഗ്രാൻഡ് ടോട്ടൽ ഇവിടെ വരും. ഇതാണ് സബ് ടോട്ടൽ. ഇനി അടുത്തത് പറയാൻ പോകുന്നത് കൺസോളിഡേറ്റ്. കൺസോളിഡേറ്റ് എന്ന് പറയുമ്പോൾ 2 ടേബിൾ ഇവിടെ തന്നിട്ടുണ്ട്. ടേബിൾ 1, ടേബിൾ 2. കുറച്ച് പ്രൊഡക്റ്റുകൾ ഉണ്ട് ഇവിടെ. അതിന്റെ പ്രൈസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് പ്രൊഡക്റ്റ് ഉണ്ട്, ഇവിടെ പ്രൈസ് ഉണ്ട്. ഇത് കറക്റ്റ് ഓർഡറിൽ തന്നെ ആവണമെന്നില്ല. ഇവിടെ ഫസ്റ്റ് ആപ്പിൾ ആണ്, ഇവിടെ ഫസ്റ്റ് ഓറഞ്ച് ആണ്, ഇവിടെ സെക്കൻഡ് ഓറഞ്ച്, then ഗ്രേപ്പ്. ഇതിനകത്താണ് 3 പ്രൊഡക്റ്റ് ഉണ്ട്, ഇതിനകത്ത് 4 പ്രൊഡക്റ്റ് ഉണ്ട്. എങ്ങനെയാലും വേണ്ടില്ല. ഇതിന്റെ ഈ 2 ടേബിളിനെയും കൂടി ഒന്നിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കൺസോളിഡേറ്റ് ചെയ്യുന്നത്. 2 ടേബിളിലെ പ്രൊഡക്റ്റുകളും അതിന്റെ പ്രൈസും കൂടി കൺസോളിഡേറ്റ് ചെയ്യുക, ഒന്നിപ്പിക്കുക. അതിനാണ് കൺസോളിഡേറ്റ് എന്ന സംഭവം. ഇനി നമ്മൾ ചെയ്യേണ്ടത് പുറത്ത് വെച്ച് ക്ലിക്ക് ചെയ്യാം. ഇനി ഇവിടെ ഡാറ്റ എന്ന റിബണില് ഇവിടെ ഈ ഭാഗത്ത് കൺസോളിഡേറ്റ് ഉണ്ട്. കൺസോളിഡേറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ആദ്യം ഒരു ടേബിൾ സെലക്ട് ചെയ്യുന്നു, ആഡ് ക്ലിക്ക് ചെയ്യുന്നു. അടുത്ത ടേബിൾ സെലക്ട് ചെയ്യുന്നു,
ആഡ് ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇവിടെ ലെഫ്റ്റ് കോളം ശരിയിട്ടതിന് ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ സംഭവിച്ച എന്താ ചോദിച്ചാൽ ഇതിലെ ആപ്പിളും ഇതിലെ ആപ്പിളും ഇതിൽ 10 ഇതിൽ 35 രണ്ടും കൂടി ആഡ് ചെയ്താൽ 45 ആപ്പിൾ 45 ഇതിൽ ഓറഞ്ച് 20 ഇവിടെ ഓറഞ്ച് 15 ഉണ്ട്. അപ്പോൾ 20ഉം 15ഉം 35 ഓറഞ്ച് 35 ഇവിടെ ഗ്രേപ്പ് 30 ഉണ്ട്. ഇവിടെ 25 ഉണ്ട് 55 ഗ്രേപ്പ് 55 മാംഗോ ഇവിടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ മാംഗോ 10. അപ്പോൾ രണ്ട് ടാബിളുള്ള ഡാറ്റകളെയും ഒന്നിച്ചാക്കി അതിനാണ് കൺസോളിഡേറ്റ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഇത് വേണമെങ്കിൽ ഒരിക്കൽ കൂടെ ഒന്നുകൂടി പറയാം. ആദ്യം ചെയ്യേണ്ടത് പുറത്ത് വെച്ച് ക്ലിക്ക് ചെയ്യണം. പുറത്ത് വെച്ച് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷമാണ് ചെയ്യേണ്ടത്. കൺസോളിഡേറ്റ് എടുക്കുന്നു. നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ടേബിൾ സെലക്ട് ചെയ്യുക, ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുക, ആഡ് ക്ലിക്ക് ചെയ്യുക. സെക്കൻഡ് ടേബിൾ സെലക്ട് ചെയ്യുക, ആഡ് ക്ലിക്ക് ചെയ്യുക. ഈ ലെഫ്റ്റ് കോളം എന്നുള്ള ടിക്ക് മാർക്ക് ശരിയിടുക, ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇതാണ് കൺസോളിഡേറ്റ്. ഇപ്പോൾ രണ്ട് ടേബിളും ഒന്നായി വന്നിട്ടുണ്ട്. ഇനി അടുത്തത് പറയുന്നത് പിവോട്ട് ടേബിൾ. പിവോട്ട് ടേബിൾ എങ്ങനെ ചെയ്യുക വെച്ചാൽ പിവോട്ട് ടേബിൾ ചെയ്യണമെങ്കിൽ ഇവിടെ കുറച്ച് പ്രൊഡക്റ്റ് തന്നിട്ടുണ്ട്, അതിന്റെ ക്യാഷും തന്നിട്ടുണ്ട്. ഇതിന്റെ ഒരു ടേബിൾ ചെയ്യാം. ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ടത് ഈ ഡാറ്റ മൊത്തം സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇൻസേർട്ട് മെനുവിൽ പിവോട്ട് ടേബിൾ ഉണ്ട്. ഇൻസേർട്ട് മെനുവിൽ ഇൻസേർട്ട് റിബൺ അല്ലെങ്കിൽ ഇൻസേർട്ട് മെനു, അതിൽ പിവോട്ട് ടേബിൾ ക്ലിക്ക് ചെയ്യുക. ആദ്യം ഡാറ്റ സെലക്ട് ചെയ്യണം, ടേബിൾ സെലക്ട് ചെയ്യണം, എന്നിട്ട് ഇൻസേർട്ട് ക്ലിക്ക് ചെയ്യുക, പിവോട്ട് ടേബിൾ ക്ലിക്ക് ചെയ്യുക. ഇതിനകത്ത് വന്നിട്ട് ഇവിടെ ന്യൂ ഷീറ്റ് ഉണ്ട്, വർക്ക് ഷീറ്റും ഉണ്ട്, എക്സിസ്റ്റിംഗ് വർക്ക് ഷീറ്റ് ഉണ്ട്. അതായത് ഇതിന്റെ റിപ്പോർട്ട് ഇതിൽ തന്നെ കാണിക്കണമെങ്കിൽ എക്സിസ്റ്റിംഗ് വർക്ക് ഷീറ്റ് കൊടുക്കുക. ന്യൂ വർക്ക് ഷീറ്റ് കൊടുത്താൽ വേറൊരു ഷീറ്റിലാണ് റിപ്പോർട്ട് വരിക. ഞാനിപ്പോൾ എക്സിസ്റ്റിംഗ് വർക്ക് ഷീറ്റ് കൊടുത്തു, ഒരു ബ്ലാങ്ക് സ്ഥലം സെലക്ട് ചെയ്തു. എക്സിസ്റ്റിംഗ് വർക്ക് ഷീറ്റ് ഒരു ബ്ലാങ്ക് സ്ഥലം സെലക്ട് ചെയ്തു, ഓക്കെ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ഇതൊരു ടേബിളായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്, ഇവിടെ അതിൻ്റെ ഹെഡിങ്ങുകൾ പ്രൊഡക്റ്റ് ഉണ്ട്, പ്രൈസ് ഉണ്ട്. ഈ രണ്ടും നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, ശരിയിട്ട് കൊടുക്കുക. ഇവിടെ പ്രൊഡക്റ്റ് വന്നു, പ്രൈസ് വന്നു. ഇതിൻ്റെ ഉപയോഗം എന്താ ചോദിച്ചാൽ ഇവിടെ നോക്കൂ, ഒരു ടി വി 10, അടുത്ത ടി വി 8, 18, അടുത്ത ടി വി 12, 30,000 രൂപ. ടി വി മൊത്തത്തിൽ 30,000 വന്നില്ലേ. അങ്ങനെ ഓരോ പ്രൊഡക്റ്റുകളിലും ടോട്ടൽ എമൗണ്ട് ഇവിടെ കാണിക്കും. ഇനി ഇതിനകത്ത് നമ്മൾ എല്ലാ പ്രൊഡക്റ്റുകളും വേണ്ടെങ്കിൽ ഇവിടെ ആരോ ഉണ്ട്, ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഇതിൽ ഏത് പ്രൊഡക്റ്റാണ് വേണ്ടത് അത് മാത്രം ഇവിടെ വെച്ചിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്താൽ ആ രണ്ട് പ്രൊഡക്റ്റുകളുടെ ഡീറ്റെയിൽസ് മാത്രമേ വരുള്ളൂ. ഇവിടെ ഒരു ആരോ ഉണ്ട്, ഈ ആരോയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഏതെല്ലാം പ്രൊഡക്റ്റ് വേണോ അത് ശരിയിട്ട് കൊടുക്കുന്നു, ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. ഇനി എല്ലാം കൂടി വേണമെങ്കിൽ നിങ്ങളിവിടെ സെലക്ട് ഓൾ ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്താൽ എല്ലാ പ്രൊഡക്റ്റും വരും. രണ്ട് പ്രൊഡക്റ്റ് മാത്രം മതിയെങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഏതൊക്കെ പ്രൊഡക്റ്റ് വേണോ ആ പ്രൊഡക്റ്റ് മാത്രം സെലക്ട് ചെയ്യുക, ശരിയിടുക, ഓക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ പ്രൊഡക്റ്റുകൾ മാത്രം ഇവിടെ വരും, അതിൻ്റെ ഗ്രാൻഡ് ടോട്ടൽ ഇവിടെ വന്നിട്ടുണ്ടാവും. എല്ലാ പ്രൊഡക്റ്റുകളും വേണമെങ്കിൽ ഈ സെലക്ട് ഓൾ ക്ലിക്ക് ചെയ്യുക, ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇതാണ് പിവോട്ട് ടേബിൾ. ഈ പിവോട്ട് ടേബിൾ വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വേറൊരു സംഭവം എന്താ വെച്ചാൽ ഇതിനകത്തൊരു ചാർട്ടുകളുണ്ട്. ഈ ടേബിളിന് അനുസൃതമായ ചാർട്ടുകൾ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. സപ്പോസ് ഈ ഒരു ചാർട്ട് സെലക്ട് ചെയ്യണം, ഇതിൻ്റെ കോളം ചാർട്ടാണ്, ബാർ ചാർട്ട് എന്നൊക്കെ പറയും. ഇതെടുത്തിട്ട് ഇതിൽ ഏത് മോഡൽ വേണോ ഏത് ഡിസൈൻ വേണോ സെലക്ട് ചെയ്യുന്നു, ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. സെലക്ട് ചെയ്താൽ മതി, ജസ്റ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒരു ചാർട്ട് ഇവിടെ വരും. ചാർട്ട് വന്നു കഴിഞ്ഞപ്പോൾ എക്സാമ്പിൾ പറയുമ്പോൾ എ സി എന്നുള്ള പ്രോഡക്റ്റ് 55,000 ഇവിടെ അതിൻ്റെ പ്രൈസാണ് ഈ സൈഡിൽ കാണിക്കുന്നത്. 50,000 ഇവിടെയാണ് വരുന്നത്, അതിൻ്റെ മേലോട്ടാണ് വരുന്നത്, മേലോട്ട് 55,000. ഇനി ഇവിടെ ടി വി നോക്കുമ്പോൾ ടി വി 30,000. നമ്മൾ ഇങ്ങോട്ട് നോക്കി ഒഴിച്ച് കഴിഞ്ഞിട്ട് നീക്കി വെക്കുക. ടി വി 30,000 ലൈൻ ഉണ്ട്, ആ ലൈൻസിൽ തട്ടി നിൽക്കുന്നുണ്ട്. അതായത് ടി വിൻ്റെ പ്രൊഡക്റ്റിൻ്റെ പൈസ എത്രയാണ്? 30,000 രൂപയാണ്. അതിൻ്റെ പ്രൈസ് 30,000 രൂപയാണ്. അപ്പോൾ ഈ ഒരു ടേബിളിൻ്റെ ഒരു ഗ്രാഫാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അതിനാണ് ചാർട്ട് എന്ന് പറയുക, അല്ലെങ്കിൽ ഗ്രാഫ് എന്ന് പറയും. അപ്പോൾ ഇതിങ്ങനെ വേണമെങ്കിൽ ഈ ടേബിളിനെ സെലക്ട് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. ഈ ടേബിളിൻ്റെ ഉള്ളിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇൻസേർട്ടിൽ പല ടേബിൾസ് ഉണ്ട്. ഇതിൽ അനുയോജ്യമായ ഏത് ടേബിളാണ് വേണ്ടത് വെച്ചാൽ സെലക്ട് ചെയ്ത് കൊടുത്താൽ സെലക്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ടേബിൾ ഇവിടെ വരും.
ഈ ടേബിൾ വേണമെങ്കിൽ നീക്കി വെച്ചിട്ട് നമുക്കിത് കാണാൻ പറ്റും. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് കാണും. ഇതൊരു വേറെ ഡിസൈനാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിൻ്റെ ഒരു ഗ്രാഫാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇനി ഈ പിവോട്ട് ടേബിളുമായി ബന്ധപ്പെട്ടത് പറയാനുള്ളത്, ഇവിടെ സ്ലൈസർ എന്ന ഓപ്ഷൻ ഉണ്ട്. സ്ലൈസർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഓപ്ഷൻ വരും. ഇതിൽ നമ്മൾ പ്രൊഡക്റ്റ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിനെ പറയുന്ന പേരാണ് സ്ലൈസർ. ഇതിൽ നമ്മൾ പ്രൊഡക്റ്റ് ടി വി എന്ന് സെലക്ട് ചെയ്താൽ ഈ ചാർട്ടിൽ ടി വി മാത്രമേ വരുള്ളൂ. ഫാൻ എന്ന് ക്ലിക്ക് ചെയ്താൽ ഫാൻ മാത്രമേ വരുള്ളൂ. മിക്സി ക്ലിക്ക് ചെയ്ത് മിക്സി, എ സി ക്ലിക്ക് ചെയ്ത് എ സി വരും. എല്ലാം കൂടി വേണമെങ്കിൽ ഈ ഇൻഡു മാർക്കിൽ ഈ ഒരു ക്ലിയർ ഫിൽറ്ററിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ എല്ലാ പ്രൊഡക്റ്റുകളുടെയും വരും. അപ്പോൾ ഏതാണ് വേണ്ടത്, സിംഗിൾ ആയിട്ട് വേണമെങ്കിൽ ഓരോന്നോരോന്ന് വേണമെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ മാത്രം കിട്ടും. ഇപ്പോൾ രണ്ടെണ്ണം വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഒന്നേ വരുള്ളൂ. രണ്ടെണ്ണം വേണമെങ്കിൽ ഷിഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ രണ്ടെണ്ണം വരും. ഈ മൂന്നാമത്തും കൂടി വേണമെങ്കിൽ ഷിഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് അതിലും കൂടി ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിന് മൂന്നെണ്ണം ഇങ്ങനെ വരും, രണ്ടെണ്ണം. ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിനെ പറഞ്ഞ പേര് സ്ലൈസർ എന്നാണ് പറയുന്നത്. സ്ലൈസർ ഇതാണ് പിവോട്ട് ടേബിളുമായി ബന്ധപ്പെട്ട കാര്യം. പിവോട്ട് ടേബിൾ ആദ്യം ടേബിൾ വരച്ചു, പിന്നെ ചാർട്ട് വരച്ചു, പിന്നെ സ്ലൈസർ വരച്ചു. അപ്പോൾ ഇന്നത്തെ എക്സലിൻ്റെ ക്ലാസ് കഴിഞ്ഞു. താങ്ക് യു.